17,000 കോടി രൂപ. ഈ സംഖ്യ ഒന്ന് ഓർത്തു വെച്ചേക്കുക. 2026 ആദ്യ ആഴ്ചയിൽ മാത്രം ഇന്ത്യയിലെ പ്രമുഖ എഞ്ചിനീയറിംഗ് ഡിഫൻസ് കമ്പനികൾ സ്വന്തമാക്കിയ പുതിയ ഓർഡറുകളുടെ ഏകദേശ മൂല്യമാണിത്. നമ്മളിൽ പലരും ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ക്ഷീണം മാറ്റുന്നതിന് മുൻപേ ലാസൻ ആൻഡ് ടൂബ്രോ, ഭാരത് ഫോർജ് തുടങ്ങിയ വമ്പന്മാർ അടുത്ത കുറെ വർഷത്തേക്ക് തങ്ങളുടെ പ്രവർത്തനം സുരക്ഷിതമാക്കുന്ന നിർണായക കരാറുകളിൽ ഒപ്പുവെക്കുന്ന തിരക്കുകളിലായിരുന്നു. നമ്മൾ സംസാരിക്കുന്നത് കൂറ്റൻ സ്റ്റീൽ പ്ലാന്റ് പ്രോജക്റ്റുകൾ, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ജനറേഷൻ ആയുധങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ നെർവസ് സിസ്റ്റം പോലെ പ്രവർത്തിക്കുന്ന ഹൈടെക് ഇലക്ട്രോണിക്സ് എന്നിവയെ കുറിച്ചാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ ഈ ഡീലുകൾ യഥാർത്ഥത്തിൽ നൽകുന്ന സൂചന എന്താണ്? ഇത് കേവലം കമ്പനികളുടെ ബാലൻസ് ഷീറ്റിലെ വലിയ കണക്കുകൾ മാത്രമാണോ? അതോ ഒരു ഇൻവെസ്റ്റർ, ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ്? ഇത് കോർപ്പറേറ്റ് ലാഭത്തിന്റെ മാത്രം കഥയല്ല, മറിച്ച് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ, സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഒപ്പം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്ന അവിശ്വസനീയമായിട്ടുള്ള പ്രൊജക്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു നേർക്കാഴ്ചയാണ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തരം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഈ പ്രഖ്യാപനങ്ങളുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കാൻ ഓരോ ഇടപാടുകൾക്കും അപ്പുറമുള്ള ബിഗ് പിക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് യാദൃശ്ചികമായി സംഭവിച്ച തിരക്കേറിയ ഒരാഴ്ചയല്ല. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ ഗവൺമെന്റ് പോളിസികൾ പേപ്പറിലെ ആശയങ്ങളിൽ നിന്ന് യഥാർത്ഥ പർച്ചേസ് ഓർഡറുകളായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന ഡയറക്റ്റ് എവിഡൻസ് ആണിത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭിച്ച 17,000 കോടി രൂപയുടെ ഈ ഓർഡറുകൾ വർഷങ്ങളായി രാജ്യം കാത്തിരുന്ന ഡൊമസ്റ്റിക് കാപെക്സ് സൈക്കിളിന് ലഭിക്കുന്ന പുത്തനുണർവിന്റെ നേരിട്ടുള്ള ഫലമാണ്. 2026 ജനുവരിയിലെ ആദ്യ ആഴ്ച നാം കണ്ടത് ഈ ആവശ്യം നിറവേറ്റാൻ പ്രൈവറ്റ് സെക്ടർ എത്രത്തോളം സജ്ജമായി കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഭാവിക്കായിട്ട് സ്റ്റീൽ നിർമ്മിക്കുന്നു, നമ്മുടെ സൈനികർക്ക് സ്വന്തം മണ്ണിൽ ഡിസൈൻ ചെയ്ത ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഇന്ത്യൻ കമ്പനികൾ സങ്കീർണമായിട്ടുള്ള പ്രൊജക്ടുകളിൽ വെറും പാർട്ണർമാരാകാതെ നിർമ്മാണത്തിലും നടത്തിപ്പിലും ലീഡിംഗ് റോളിലേക്ക് വരുന്ന ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റിനെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഇത് കഴിവിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മൂലധനത്തിന്റെയും ഒരു ഒത്തുചേരലാണ്. അതിന്റെ തുടക്കം ഈ രംഗത്തെ ഏറ്റവും വലിയ പേരിൽ നിന്ന് തന്നെയാണ്, ലാസൻ ആൻഡ് ടൂബ്രോ. L&T ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇൻഡസ്ട്രി മുഴുവൻ അത് ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ആഴ്ച L&T അത്തരം ഒരു നിർണായക പ്രഖ്യാപനം നടത്തി. കമ്പനിയുടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് വിഭാഗം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രധാനപ്പെട്ട ഓർഡറുകൾ നേടിയതായിട്ട് അവർ വെളിപ്പെടുത്തി. L&Tയുടെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 10,000 ക്രോസിനിടയിലുള്ള കോൺട്രാക്റ്റുകളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മാസീവ് പ്രൊജക്ട്? സെയിലിന്റെ വിപുലീകരണ പദ്ധതികളുടെ ഹൃദയഭാഗത്തേക്കുള്ള താക്കോലാണ് L&Tക്ക് ലഭിച്ചിരിക്കുന്നത്. കരാറിന്റെ പ്രധാന ഭാഗം പശ്ചിമ ബംഗാളിലെ സെയിലിന്റെ ഇക്കോ സ്റ്റീൽ പ്ലാന്റിന്റെ വികസനമാണ്. പ്ലാന്റിന്റെ അസംസ്കൃത സ്റ്റീൽ ഉൽപാദനം പ്രതിവർഷം 2.5 ലക്ഷം ടണ്ണിൽ നിന്ന് 6.5 ദശലക്ഷം ടണ്ണായിട്ട് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള പ്രധാന യൂണിറ്റുകൾ L&T നിർമ്മിക്കും. ഇതൊരു സാധാരണ നിർമ്മാണമല്ല. പുതിയ കേക്ക് ഓവൻ ബാറ്ററി, ബേസിക് ഓക്സിജൻ ഫർണസ് പോലുള്ള അതീവ സങ്കീർണ സിസ്റ്റംസ് ഇതിൽ ഉൾപ്പെടുന്നു. അതോടൊപ്പം ജാർഖണ്ഡിലെ സെയിലിന്റെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ പുതിയ സെന്റർ പ്ലാന്റും L&T സ്ഥാപിക്കും. ഈ ഇടപാടിന് പിന്നിൽ പതിറ്റാണ്ടുകളുടെ പങ്കാളിത്തമുണ്ട്. L&Tയും സെയിലും ഒരുമിച്ച് പ്രവർത്തിച്ച നീണ്ട ചരിത്രവും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യവസായ പദ്ധതികൾ കൈകാര്യം ചെയ്യാനുള്ള L&Tയുടെ കഴിവിൽ സെയിലിനുള്ള ആ ഒരു വിശ്വാസവും കൂടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഭ്യന്തര സ്റ്റീൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്ട് ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ്. അതിൽ L&T പ്രധാന ശില്പിയുടെ പങ്ക് വഹിക്കുകയും ചെയ്യും. ഇനി ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കാം. L&Tയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഓർഡർ ബുക്കിന് വലിയൊരു ബൂസ്റ്റ് ആണ് നൽകുന്നത്. ഇത് അടുത്ത കുറച്ച് വർഷത്തേക്ക് വ്യക്തമായിട്ടുള്ള വരുമാനം ഉറപ്പാക്കുന്നു. ഈ നേട്ടം ഓഹരി വിലയെ 52 വീക്കിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. ഇത് ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളം ആവേശത്തിലാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്രയും വലിയ പ്രോജക്ട് അതിൻ്റെതായിട്ടുള്ള റിസ്കുകൾ കൂടിയുണ്ട് എന്ന് ഉറപ്പാണ്. അസംസ്കൃത വസ്തുക്കളുടെയോ തൊഴിലാളികളുടെയോ ചെലവ് വർദ്ധിച്ചാൽ അത് പ്രോജക്റ്റിന്റെ ബഡ്ജറ്റിനെ ബാധിക്കാം. കൂടാതെ ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്രോജക്ട് കർശനമായിട്ടുള്ള ടൈം ലൈനിൽ പൂർത്തിയാക്കുക എന്ന് പലപ്പോഴും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. L&Tയുടെ സ്ട്രാറ്റജികളെ കുറിച്ചുള്ള ഈ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആഴത്തിലുള്ള അനാലിസിസുകൾക്കായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ കൂടുതൽ ഇൻസൈറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും. ഇനി അടുത്ത കമ്പനിയെ പറ്റി നമുക്ക് പറഞ്ഞു പോകാം. L&T മാത്രമല്ല ഈ ആഴ്ച വാർത്തകളിൽ ഇടം പിടിച്ചു നിന്നത്. നിർണായകമായ ഡിഫൻസ് സെക്ടറിൽ മറ്റൊരു വലിയ കമ്പനിയായിട്ടുള്ള ഭാരത് ഫോർജ് ഇന്ത്യയുടെ സൈനിക നവീകരണങ്ങളിൽ നാഴികക്കല്ലാകുന്ന ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. പുനെ ആസ്ഥാനമാക്കിയുള്ള കമ്പനി അവരുടെ എക്കാലത്തെയും വലിയ ചെറുകിട ആയുധ കരാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് 1,661.9 കോടിയുടെ കോൺട്രാക്ട് അവർ നേടിയെടുത്തിട്ടുണ്ട്. 2,55,128 ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ അഥവാ CQB കാർബൈനുകൾ വിതരണം ചെയ്യുന്നതിനാണ് ഈ ഓർഡർ ഉള്ളത്. ഒരു കാർബൈൻ എന്നത് ചെറിയ ബാരലുള്ള ഒരു തരം റൈഫിളാണ്. ഈ CQB പതിപ്പുകൾ
നഗരയുദ്ധങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷൻ പോലെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പോരാടുന്നതിന് ഡിസൈൻ ചെയ്തതാണ്. ഒരു മോഡേൺ ആർമിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. ഈ ഡീലിനെ യഥാർത്ഥത്തിൽ സവിശേഷമാക്കുന്നത് ഇത് ഇറക്കുമതി ചെയ്ത ഒരു ആയുധമല്ല എന്നുള്ളതാണ്. 5.56 into 45 mm CQB കാർബൈഡ് DRDOയും ഭാരത് ഫോർജും സംയുക്തമായിട്ട് ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആത്മനിർഭർ ഭാരത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഇന്ത്യൻ സൈനികർക്കായിട്ട് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത ആയുധങ്ങൾ ഒരു ഇന്ത്യൻ കമ്പനി തന്നെ നിർമ്മിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഭാരത് ഫോർജിന് ഇത്ര വലിയൊരു നേട്ടമാകുന്നു എന്നുകൂടി നമുക്ക് നോക്കിപ്പോകാം. ഓട്ടോമോട്ടീവ് ഘടകങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അധികാരായിരുന്ന ഭാരത് ഫോർജ് വർഷങ്ങളായിട്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഡിഫൻസ് രംഗത്തേക്കും ചൂടുമാറ്റം നടത്തുകയായിരുന്നു. വലിയ കരാർ ആ മാറ്റത്തെ പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് മാറി കൂടുതൽ സ്ഥിരതയുള്ളതും ദീർഘകാലത്തേക്കുള്ളതുമായിട്ടുള്ള ഡിഫൻസ് സെക്ടറിലേക്കുള്ള കമ്പനിയുടെ ശക്തമായിട്ടുള്ള ഒരു നീക്കമാണ് കാണിക്കുന്നത്. ഈ ഒരു ഒറ്റ ഓർഡർ മാത്രം അവരുടെ ഡിഫൻസ് ഓർഡർ ബുക്കിനെ 11,000 കോടി രൂപ എന്ന ശ്രദ്ധേയമായ നിലയിലേക്ക് ഉയർത്തുകയാണ്. വിപണിയുടെ പ്രതികരണവും വളരെ മികച്ചതായിരുന്നു. ഷെയർ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡ് കാണിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ദീർഘകാല ശരാശരികൾക്ക് വളരെ മുകളിൽ ട്രേഡ് ചെയ്യുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ തുടർച്ചയായിട്ടുള്ള താല്പര്യത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തന്നെയാണ്. ചില ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ഷോർട്ട് ടൈമിൽ ഓവർബോട്ട് സാഹചര്യം ഉണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഓവറോൾ പിക്ചർ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തെയാണ് കാണിക്കുന്നത്. വിലയിലെ ഏതൊരു ഇടിവും ഓഹരി വാങ്ങിക്കൂട്ടാനുള്ള അവസരമായിട്ടാണ് നിക്ഷേപകർ കാണുന്നത്. ഇതിന്റെ ഒരു ഇമ്പാക്ട് വളരെ വ്യക്തമാണ്. അടുത്ത 5 വർഷത്തേക്ക് ഇത് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാന സ്രോതസ് തന്നെയാണ്. ഇതൊരു ഗൗരവമേറിയ ഡിഫൻസ് മാനുഫാക്ചറർ എന്ന നിലയിലുള്ള ഭാരത് ഫോർജിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ഇത് കൂടുതൽ ആഭ്യന്തര കയറ്റുമതി ഓർഡറുകൾക്ക് വഴി തുറക്കുകയും ചെയ്യും. ഇനി പ്രധാന വെല്ലുവിളികൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് നിർമ്മാണം അതീവ ദുഷ്കരമാണ്. ഇതിന് കർശനമായിട്ടുള്ള ക്വാളിറ്റി കൺട്രോള്, വളരെ സങ്കീർണമായിട്ടുള്ള നടപടിക്രമങ്ങൾ, കൃത്യതയായിട്ടുള്ള കമ്പോണൻസിനായിട്ട് ശക്തമായിട്ടുള്ള സപ്ലൈ ചെയിൻ ഇവയൊക്കെ ആവശ്യമാണ്. എന്നാൽ ഡിഫൻസ് മിനിസ്ട്രി ഈ കരാർ നൽകിയത് ഭാരത് ഫോർജിന് ഇത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നതിലുള്ള അവരുടെ ഉറച്ച ആത്മവിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. L&T ഇൻഡസ്ട്രിയുടെ ഫ്രെയിം വർക്ക് നിർമ്മിക്കുകയും ഭാരത് ഫോർജ് സൈനികരെ ആയുധമണിയിക്കുകയും ചെയ്യുമ്പോൾ മൂന്നാമതൊരു കമ്പനി ഇതിന്റെ എല്ലാം ബ്രെയിനും നെർവസ് സിസ്റ്റവും നിശബ്ദമായിട്ട് നിർമ്മിക്കുകയാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ BEL ഈ ഡിഫൻസ് പൊതുമേഖലാ സ്ഥാപനത്തിനും വർഷത്തിന് മികച്ച തുടക്കമായിരുന്നു. 569 കോടിയുടെ പുതിയ ഓർഡറുകൾ കൂടി അവർ നേടിയിട്ടുണ്ട്. L&Tയുടെ മെഗാ കരാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സംഖ്യ ചെറുതായിട്ട് തോന്നാമെങ്കിലും BELന്റെ യഥാർത്ഥ പവർ അതിന്റെ കൺസിസ്റ്റൻസിയിലും ഡൈവേഴ്സിറ്റിയിലുമാണ്. ഈ പുതിയ ഓർഡറുകൾ ഒരൊറ്റ പ്രൊഡക്റ്റിനല്ല, ഒരു നിർണായകമായിട്ടൊരു ടെക്നോളജി മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, നേവിയുടെ കപ്പലുകൾക്കുള്ള ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റംസ്, കൂടാതെ മെഡിക്കൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള നോൺ ഡിഫൻസ് പ്രോഡക്റ്റുകളും ഒക്കെയാണ് L&T നിർമ്മിക്കുന്നത്. ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ് BELന്റെ സൂപ്പർ പവർ. ഇത് കമ്പനിയെ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നു. കൂടാതെ അവർ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലോ അല്ലെങ്കിൽ സെക്ടറിലോ മാത്രം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ലഭിക്കുന്ന ഓർഡറുകളുടെ സ്ഥിരമായിട്ടുള്ള ഒരു ഫ്ലോ സായുധ സേനയുടെ വിശ്വസ്ത പങ്കാളി എന്ന അവരുടെ സ്ഥാനത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ദീർഘകാലത്തേക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാന സാധ്യതയും നൽകുന്നു എന്നുള്ളത് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഒരു വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുക എന്നത് ഒരു വെല്ലുവിളിയാണെങ്കിലും അവരുടെ സ്ഥിരതയാർന്ന ആ ഒരു പ്രകടനം തെളിയിക്കുന്നത് ഉറച്ചതും അവർക്ക് കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണമുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവവികാസങ്ങൾ നിങ്ങൾക്ക് എന്ത് അർത്ഥമാക്കുന്നു? നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് സ്പെൻഡിംഗ് സൈക്കിൾ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഈ ഓർഡറുകൾ നൽകുന്നത്. എഞ്ചിനീയറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ, ഡിഫൻസ് തുടങ്ങിയ സെക്ടറുകൾ സജീവമാണ്. L&T, ഭാരത് ഫോർജ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഈ വാർത്തകളെ തുടർന്ന് കുതിച്ചുയരുന്നതും നാം കാണുകയുണ്ടായി. വരും വർഷങ്ങളിലെ ശക്തമായിട്ടുള്ള വളർച്ചയും മികച്ച ഓർഡർ ബുക്കുകളും നമുക്ക് കാണാൻ കഴിയുന്നുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളികൾ, ഗ്ലോബൽ കമ്മോഡിറ്റി വിലകളിലെ ഒരു ഫ്ലക്ച്വേഷൻസ്, ഗവൺമെന്റ് കരാറുകളുമായിട്ട് ബന്ധപ്പെട്ട കാലതാമസം തുടങ്ങിയ റിസ്കുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വാർത്ത മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയത്തിന് ലഭിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രോജക്റ്റുകൾ കടലാസിൽ ഒതുങ്ങുന്നില്ല, അവ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു, നമ്മുടെ നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുക്കുന്നു, ഇൻഡിജിനസ് ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിനെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു. L&T ഒരു സ്റ്റീൽ പ്ലാന്റ് വികസിപ്പിക്കുമ്പോൾ അത് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്നവർക്ക് മുതൽ ലോജിസ്റ്റിക്സ് കമ്പനികൾ വരെ സമ്പദ് വ്യവസ്ഥയിൽ ഉടനീളം ഒരു പോസിറ്റീവ് റിപ്പിൾ എഫക്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഭാരത് ഫോർജ് ഇന്ത്യയിലെ ഒരു റൈഫിൾ നിർമ്മിക്കുമ്പോൾ അത് വിദേശ നാണ്യം ലാഭിക്കുക മാത്രമല്ല, സാമ്പത്തിക വളർച്ചയുടെ ഒരു പുതിയ എഞ്ചിനാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. L&T, ഭാരത് ഫോർജ് ആൻഡ് BEL ഈ കമ്പനികളുടെ ഒരു ടെക്നിക്കൽ അനാലിസിസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് L&Tയുടെ ചാർട്ടാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിംഗ് ആവറേജസ് ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇത് ഭാരത് ഫോർജിന്റെ ചാർട്ടാണ്. ഭാരത് ഫോർജിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് BL ന്റെ ചാർട്ട്. BL ന്റെ ചാർട്ടിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു ജസ്റ്റ് ഫോർ അനാലിസിസ് പർപ്പസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. മറ്റു ഡീറ്റെയിൽസുകൾ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 2026 ആദ്യ ആഴ്ച വളരെ ഗംഭീരമായ ഒരു തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റീൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ ദൗത്യം L&T ഏറ്റെടുത്തിരിക്കുന്നു. ഭാരത് ഫോർജ് നെക്സ്റ്റ് ജനറേഷൻ ഇൻഡിജിനസ് വെപ്പണുകൾ ഡെവലപ്പ് ചെയ്യുന്നു. കൂടാതെ BL ഇതിനെല്ലാം വേണ്ട ഹൈടെക് സപ്പോർട്ട് കൂടി നിശബ്ദമായിട്ട് നൽകുന്നു. ഇവ തീർച്ചയായിട്ടും ഒരു യാദൃശികമായിട്ടുള്ള ഓർഡറോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഒന്നുമല്ല. ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിംഗ് ഇന്നോവേഷൻ ശേഷിയിൽ ലോകം അർപ്പിക്കുന്ന ശക്തവും വളരെ പരസ്പര ബന്ധിതമായിട്ടുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. വെറുതെ വലിയ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല, വലുതായിട്ട് നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ കഥ പറയുകയാണ് ഈ ഓർഡറുകൾ. അപ്പോൾ ഈ ഒരു കരാറുകളിൽ നിന്ന് ഇന്ത്യയുടെ ഭാവിക്കായിട്ട് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്ന സ്റ്റോക്ക് ഏതാണ്? L&Tയുടെ വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണോ, അതോ ഭാരത് ഫോർജിന്റെയോ അല്ലെങ്കിൽ BL-ന്റെയോ സ്ട്രാറ്റജിക് ഡിഫൻസ് വിജയങ്ങളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും ഇന്ത്യൻ ബിസിനസ് ഫിനാൻസ് രംഗത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രതിവാര വിശകലനങ്ങൾക്കായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ല് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.